നമസ്കാരം. പ്രാദേശിക വാർത്തകളുമായി ഷാജി കിടക്കൽ. ഇന്ന് ഫെബ്രുവരി 21 വെള്ളി 2025. പ്രധാന വാർത്തകളിലേക്ക്. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ $21 മില്യൺ ബൈഡൻ ഭരണകൂടം ചെലവഴിച്ചത് ഇന്ത്യയിൽ മറ്റാരോ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ടി ശ്രമം നടത്താനാണെന്ന ആരോപണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇക്കാര്യം ഇന്ത്യ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ടെന്നും മയാമിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കവേ ട്രംപ് പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തിന് പിന്നാലെ കോൺഗ്രസിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി BJP രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ US പ്രസിഡന്റ് നടത്തുന്ന പരാമർശങ്ങൾ അസംബന്ധങ്ങൾ നിറഞ്ഞതായി മാറിയിട്ടുണ്ടെന്ന വിമർശനവുമായി കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. ഒപ്പം അമേരിക്കൻ സാമ്പത്തിക സഹായം സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. UGCയുടെ കരട് ഭേദഗതി നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്ന് BJP ഇതര സംസ്ഥാനങ്ങളുമായി കൈകോർത്ത് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. കേരളം യജമാന്മാർക്ക് വേണ്ടി ഗവർണർമാർ കേരളത്തിലടക്കം രാഷ്ട്രീയ ഇടപെടൽ നടത്തുകയാണെന്ന് സംസ്ഥാനം സംഘടിപ്പിച്ച ദേശീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി വിമർശിച്ചു. വിഷയത്തിൽ ഗവർണർക്കുള്ള വിജയത്തിനെ തുടർന്ന് മലയാള സർവകലാശാല VC ഒഴികെ ബാക്കി VCമാർ കൺവെൻഷനിൽ നിന്ന് വിട്ടുനിന്നു. ഔചിത്യം ബോധമുണ്ടെങ്കിൽ VCമാർ പങ്കെടുക്കുമെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു വിമർശിച്ചു. ഇൻവെസ്റ്റ്മെന്റ് കേരള ആഗോള ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാകും. ലുലു ബുൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, വിദേശ രാജ്യ പ്രതിനിധികൾ, വ്യവസായ ലോകത്തെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിക്കും. സംസ്ഥാനത്ത് വ്യവസായം തുടങ്ങാൻ തദ്ദേശ നിയമങ്ങൾ ഇളവ് കൊണ്ടുവരാൻ സർക്കാർ. കാറ്റഗറി 1-ലെ 2 വിഭാഗത്തിൽപ്പെടുന്ന സംരംഭങ്ങൾ തുടങ്ങാൻ പഞ്ചായത്തുകളുടെ അനുമതി ആവശ്യമില്ല എന്നതാണ് പ്രധാന തീരുമാനം. ഇലപ്പുള്ളിയിലെ മദ്യനിർമ്മാണത്തിന് വേണ്ടിയാണ് ഭേദഗതിയെന്ന് പ്രതിപക്ഷവും പഞ്ചായത്തും ആരോപിച്ചു. ഇലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്ക് വേണ്ടി ചട്ടം ഭേദഗതി ചെയ്തുവെന്ന ആരോപണത്തിൽ ചട്ടഭേദഗതി ഏതെങ്കിലും കമ്പനിക്ക് വേണ്ടിയല്ലെന്നും വ്യവസായങ്ങൾക്കായി ചട്ടങ്ങൾ ലഘുവാക്കണമെന്നത് സർക്കാരിന്റെ പൊതു നിലപാടിന്റെ ഭാഗമാണെന്നും വ്യവസായ മന്ത്രി P. രാജീവ്. സണ്ണി കമ്മിറ്റി റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തതെന്നും നിക്ഷേപ സംഗമത്തിന് മുന്നോടിയായി ചട്ടത്തിൽ ഇളവ് വരുത്തിയ തദ്ദേശ വകുപ്പിനോട് വ്യവസായ വകുപ്പ് നന്ദി പറയുകയാണെന്നും മന്ത്രി പറഞ്ഞു. ബ്രൂവറി പോലുള്ള കാര്യങ്ങൾ മാധ്യമ ചർച്ചയാക്കാൻ താൽപര്യപ്പെടുന്നില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നിലപാട് CPI വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. നിങ്ങൾക്ക് രോമാഞ്ചം ഉണ്ടാക്കാൻ എന്തെങ്കിലും പറയാനാകില്ലെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. സംസ്ഥാനത്ത് 1 ഗഡു ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചു. ഇതിനായി 812 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി പറഞ്ഞു. അടുത്ത ആഴ്ച മുതൽ 1600 രൂപ വീതം ലഭിക്കും. ഇനി 3 മാസത്തെ കുടിശ്ശികയാണ് ബാക്കിയുള്ളത്. അത് അടുത്ത സാമ്പത്തിക വർഷം കൊടുക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദേശീയ സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് 30 മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് സർക്കാർ വകുപ്പുകൾ വിവിധ പ്രവർത്തനങ്ങളുടെ മുന്നോട്ട് പോകുമ്പോൾ സമൂഹം ഉത്തരവാദിത്തം കാട്ടണമെന്ന് തദ്ദേശ സ്വയംഭരണം എക്സൈസ് മന്ത്രി MP. രാജേഷ്. ബോധമില്ലാത്ത മാലിന്യം വലിച്ചെറിയുന്ന സമീപനത്തിനും മനോഭാവത്തിനും മാറ്റം ഉണ്ടാകണമെന്നും ഇക്കാര്യത്തിൽ അലംഭാവം കാട്ടിയാൽ പിഴയും ശിക്ഷ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കാക്കനാട് കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ ഒരു കുടുംബത്തിലെ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഝാർഖണ്ഡ് സ്വദേശിയും GST അഡീഷണൽ കമ്മീഷണറുമായ മനീഷ് വിജയിയും സഹോദരിയും അമ്മയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. 3 മുറികളിലായിട്ടായിരുന്നു 3 മൃതദേഹങ്ങളും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവധിയിലായിരുന്ന മനീഷ് അവധി അവസാനിച്ചതും ഓഫീസിലെത്താനെ തുടർന്ന് സഹപ്രവർത്തകർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ദുർഗന്ധം വമിക്കുന്ന മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. മനീഷിന്റെ മൃതദേഹം വീടിന്റെ മുൻഭാഗത്തെ മുറിയിലും സഹോദരി ശാലിനിയുടെ മൃതദേഹം പിൻഭാഗത്തെ മുറിയിലുമാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പോലീസ്, ഫോറൻസിക് വിദഗ്ധരുടെ അടക്കം സാന്നിധ്യത്തിൽ വീട് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് അമ്മയുടെ മൃതദേഹം കട്ടിലിൽ കണ്ടെത്തിയത്. സംസ്ഥാന കോൺഗ്രസിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഹൈക്കമാൻഡിനെ സമീപിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനം. കോൺഗ്രസിലെ തമ്മിലടി തെരഞ്ഞെടുപ്പ് സാധ്യതകളെ ബാധിക്കുമെന്നാണ് സംസ്ഥാന യോഗത്തിന്റെ വിലയിരുത്തൽ. കടൽ മണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി നടത്തുന്ന ഹർത്താലിന് ലത്തീൻ സഭയുടെ ഐക്യദാർഢ്യം. ഈ മാസം 27-ന് മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ച സംസ്ഥാന വ്യാപകമായുള്ള തീരദേശ ഹർത്താലിൽ ലത്തീൻ സഭയും പങ്കുചേരും. കേന്ദ്രത്തിന്റെ ഏകപക്ഷീയമായ തീരുമാനമാണെന്നും സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്ന് ഇതിനെതിരെ പോരാടണമെന്നും മെത്രാപ്പോലി ആഹ്വാനം ചെയ്തു. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതികൾ വാഗ്ദാനങ്ങളുമായി തന്നെയും സമീപിച്ചിരുന്ന് രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണെന്നും വടകര ലോക്സഭ അംഗമായ ഷാഫി പറമ്പിൽ. വിശ്വാസത്തിന്റെ പേരിൽ നല്ല പ്രതീക്ഷയിൽ ഇടപെടുന്ന പല കാര്യങ്ങളും പലപ്പോഴും ദോഷം ചെയ്യാറുണ്ടെന്നും അറിഞ്ഞുകൊണ്ട് ഒരു ജനപ്രതിയും തട്ടിപ്പിന് കൂട്ടുന്നു എന്ന് വിശ്വസിക്കുന്നില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. കട്ടിപ്പാറയിൽ അധ്യാപക ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ 2 ആഴ്ചയ്ക്ക് റിപ്പോർട്ട് നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജാദ് ഉത്തരവിടുകയായിരുന്നു. അടുത്ത മാസം 26-ന് കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കാനാണ് തീരുമാനം. അനധികൃത പാറ പൊട്ടിക്കലും മണ്ണ് കടത്തലും നടത്തിയാൽ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിനും മകനും മരുമകനെതിരെ അന്വേഷണം.
സമസ്തയ്ക്കെതിരെ അഭിപ്രായ ഭിന്നതയിൽ പരിഹരിക്കാൻ സമസ്ത ലീഗ് നേതൃത്വം കൂടിക്കാഴ്ച നടത്തി. CPM നേതാവ് സമ്പത്ത് നേരിക്ക് നൽകിയ ആനുകൂല്യങ്ങൾ തന്നെയാണ് തനിക്ക് ലഭിച്ചിരിക്കുന്ന ഡൽഹിയിലെ കേരളത്തിന്റെ പ്രതിനിധി KV തോമസ്. ആലപ്പുഴ അരിക്കുറ്റിയിൽ വീട് ജപ്തിയിലായി തുടർന്ന് കുടുംബം 3 ദിവസം താമസിച്ച് വീടിന് പുറത്ത്. അരിക്കുറ്റി പുത്തൻ നികർത്തിൽ രാമചന്ദ്രന്റെ വീട് വായ്പാ കുടിശ്ശിക പേരിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനം ജപ്തി ചെയ്ത സ്വർണ്ണമാണ് ഇത്. പ്രായമുള്ള 3 പേരും കുട്ടികൾ ഉൾപ്പെടെ 3 ദിവസം വീടിന് പുറത്ത് കഴിഞ്ഞത്. അതേസമയം വാർത്താസത്യത്തിൽപ്പെട്ടതിനെ തുടർന്ന് ബഹ്റിൽ നിന്നുള്ള ഒരു വിദേശ മലയാളി കുടുംബത്തെ സഹായിക്കാനെത്തി കുടിശ്ശിക തുകയായ 3,56,000 രൂപ കൈമാറി. തമിഴിലെ സൂപ്പർ സംവിധായകൻ ശങ്കറിന്റെ 10.11 കോടി രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. രാംലീല മൈതാനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം യമുനയുടെ തീരത്ത് ഇന്നലെ വൈകുന്നേരം നടന്ന ആരതിയിൽ പങ്കെടുത്ത ദില്ലി മുഖ്യമന്ത്രി രേഖ ഗുപ്ത. കോൺഗ്രസ് നേതാവും രാജ്യസഭാംഗമായ സോണിയാഗാന്ധി ആശുപത്രിയിൽ ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്നാണ് ഇന്നലെ രാവിലെ സോണിയെ ഡൽഹിയിലെ ഗംഗാറാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മഹാകുംഭമേളയിൽ സ്ത്രീകൾ കുളിക്കുന്നതിന്റെ വീഡിയോകൾ ചിത്രീകരിച്ച് വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും അറസ്റ്റ് ചെയ്യുമെന്ന് ഉത്തർപ്രദേശ് പോലീസ്. മഹാകുംഭമേളയിലെ കോളിഫോം ബാക്ടീരിയ വിഭാഗത്തിൽ ഉത്തർപ്രദേശ് മലിനീകരണ നിയന്ത്രണ ബോർഡിനെ രൂക്ഷമായി വിമർശിച്ച് ദേശീയ ഹരിത ട്രിബ്യൂണൽ. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി ഒരാഴ്ച പിന്നാലെ കർശന നടപടികളിലേക്ക് കടന്ന് കേന്ദ്ര സർക്കാർ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ആയുധങ്ങൾ സറണ്ടർ ചെയ്യാൻ ഗവർണർ അവസരം നൽകിയിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയ 300ഓളം കുടിയേറ്റക്കാർ പനാമയിലെ ഹോട്ടലിൽ തടവിൽ. ഇന്ത്യ, ഇറാൻ, നേപ്പാൾ, ചൈന, ശ്രീലങ്ക, പാകിസ്ഥാൻ, അഫ്ഗാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇവർ. ഹോട്ടലിന്റെ ജനാലയ്ക്കരികിൽ വന്ന് സഹായം അഭ്യർത്ഥിക്കുന്നവരുടെ ദൃശ്യങ്ങൾ വിദേശ മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും പുറത്തുവിട്ടു. അമേരിക്കയിൽ നിന്ന് മടക്കി അയക്കുന്ന ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ യാത്രാവിമാനങ്ങൾ അയക്കുന്നത് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നു. അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ കൂടുതൽ ഇന്ത്യക്കാർ ഇനിയും നാട് കടത്തുമെന്നതിലാണ് വരുന്ന 3 മാസം വിമാനങ്ങൾ അയക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. എയർ ഇന്ത്യ, US വിമാന കമ്പനികളായ യുണൈറ്റഡ് എയർലൈൻസ്, അമേരിക്കൻ എയർലൈൻസ് എന്നിവയുമായി വിദേശ മന്ത്രാലയ പ്രതിനിധികൾ ചർച്ച നടത്തിയതെന്നാണ് പ്രാഥമിക വിവരം. ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ ഇന്ത്യക്ക് വിജയ തുടക്കം. ബംഗ്ലാദേശിന് 6 വിക്കറ്റിനാണ് ഇന്ത്യ തകർത്ത് ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ബംഗ്ലാദേശ് 49 ഓവറിൽ 228 റൺസിന് പുറത്തായി. 35 എന്ന നിലയിൽ തകർന്നടിഞ്ഞ ബംഗ്ലാദേശിന് മാന്യമായ സ്കോർ അടുത്തുയർത്താൻ സഹായിച്ചത് 100 റൺസെടുത്ത തൗഹീദ് ഹൃദോയുടെയും 62 റൺസെടുത്ത ജാക്കർ അലിയുടെയും ഇന്നിംഗ്സുകളാണ്. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 21 പന്തുകൾ ശേഷിക്കെ വിജയലക്ഷ്യത്തിലെത്തി. പുറത്താകാതെ 101 റൺസ് നേടിയ ശുഭ്മാൻ ഗില്ലിന്റെ സെഞ്ചുറി പ്രകടനമാണ് ഇന്ത്യയുടെ വിജയത്തിന്റെ നെടുന്തൂണായത്. മുഹമ്മദ് ഷമിയുടെ 5 വിക്കറ്റ് പ്രകടനവും ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായി. ഇന്ത്യയിലെ മുൻനിര UPI സേവനദാതാവായ ഗൂഗിൾ പേ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന ബിൽ പേയ്മെന്റുകൾക്ക് കൺവീനിയൻസ് ഫീസ് ഏർപ്പെടുത്തിയായി റിപ്പോർട്ടുകൾ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.